നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ഇന്ന് ബ്രസീൽ നോർവേ നേരിടുകയാണല്ലോ. രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ കളി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്രസീലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രസീലിൻ്റെ പ്രകടനത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ? ഓരോ കളിക്കും ബ്രസീൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? മൊറോക്കോക്കെതിരെയുള്ള കളിക്ക് എത്ര മാർക്ക്, അതിനുശേഷം ഹെയ്ത്തിക്കെതിരെ എത്ര മാർക്ക്, അങ്ങനെ ഓരോ കളിക്കും എത്ര മാർക്ക് കൊടുക്കും എന്നാണ്. സ്കോട്ട്ലൻഡിനെതിരെ എത്ര മാർക്ക്, ജപ്പാനെതിരെ എത്ര മാർക്ക്, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ് ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൽ നിന്നാണ്. ഐ തിങ്ക് ദി ക്വാളിറ്റി വിത്ത് ദി ബോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആദ്യ ഗെയിമിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി വിത്ത് ബോൾ. ഇപ്പോൾ നമ്മൾ വിത്ത് ദി ബോൾ നമ്മൾ കൂടുതൽ സക്സസ്ഫുള്ളാണ്. അതുപോലെ പാസിംഗ് എറേഴ്സ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുന്നേറ്റത്തിലേക്ക് കൂടുതൽ ബോളുകൾ വരുന്നുമുണ്ട്. സോ ടീം ഇപ്പോൾ നല്ല രൂപത്തിലാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞ ആഞ്ചലോട്ടി ഓരോ കളിക്കും എത്ര പോയിൻ്റ് കൊടുക്കുന്നു ചോദിച്ചപ്പോൾ പറയുന്നത്, മൊറോക്കോക്കെതിരെയുള്ള ബ്രസീലിൻ്റെ പ്രകടനത്തിന് ഞാൻ 10-ൽ 5 കൊടുക്കും. പിന്നെ വർക്ക് ചെയ്തു. അടുത്ത കളി ഹെയ്ത്തിക്കെതിരെയുള്ള പ്രകടനത്തിന് ഞാൻ 6.5 കൊടുക്കും. അതിനുശേഷം സ്കോട്ട്ലൻഡിനെതിരെയുള്ള കളി, ആ പ്രകടനത്തിന് ഞാൻ 7 കൊടുക്കും. പിന്നെ ജപ്പാനെതിരെയുള്ള കളി ഹാപ്പിയാണ്, 7.5 കൊടുക്കും എന്നാണ് കോച്ച് തമാശ രൂപത്തിൽ തൻ്റെ ടീമിൻ്റെ പ്രകടനത്തിനൊരു മാർക്ക് ഇട്ടത്. ചുരുക്കത്തിൽ ആഞ്ചലോട്ടി ടീം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു വരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ആദ്യ കളി 5 പോയിൻ്റ് കൊടുത്ത് അദ്ദേഹം പിന്നെ 6.5ഉം 7ഉം 7.5ഉം ഒക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ കളിയിലും ബ്രസീൽ ഇവോൾവ് ചെയ്യുന്നു എന്നൊരു ഫീല് അദ്ദേഹത്തിനുണ്ട്. അതേസമയം ഈ കളിയിലേക്ക് വരുമ്പോൾ ലൂക്കാസ് പക്വേറ്റ ഇല്ല. പക്കറ്റയ്ക്ക് പകരം ആര് എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹം അതിന് നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക ചെയ്തു. പക്ഷേ കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് മാർട്ടിനെല്ലി ആയിരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ അവിടെ നമുക്ക് ഗ്ലോബോ പോലെയുള്ള മാധ്യമങ്ങൾ നൽകുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞത്, പക്വേറ്റയെ പോലുള്ളൊരു കളിക്കാരൻ നമുക്ക് വേറെ ഇല്ല. ഡാനിലോ സാൻഡോസ് ഡിഫറൻ്റാണ്, മാർട്ടിനെല്ലി വിങ്ങറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഓൾറെഡി ഞാൻ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളൊരു വിശ്വാസം, ചില ഘട്ടങ്ങളിൽ നമ്മളൊരു വിശ്വസിച്ചൊരു കാര്യം അങ്ങ് ചെയ്യുകയാണല്ലോ. ആ ട്രസ്റ്റിനാണ് പ്രധാനം. നമുക്കിപ്പോൾ ലൂക്കാസ് പക്വേറ്റയുടെ ക്വാളിറ്റിയുള്ള മറ്റ് താരങ്ങളില്ല ഈ സ്ക്വാഡിൽ, അതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് പ്രൊഫൈലുകളിലുള്ള താരങ്ങളെ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഡാനിലോ സാൻഡോസ് ഗബ്രിയൽ മാർട്ടിനിൽ നിന്ന് വ്യത്യസ്തനാണ്. ഗബ്രിയൽ മാർട്ടിനെല്ലി മാത്യൂസ് കുഞ്ഞയിൽ നിന്ന് വ്യത്യസ്തനാണ്. അദ്ദേഹം എഡേഴ്സണിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാവരുടെയും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ പരിഗണിച്ച് എന്താണ് ടീമിന് ഏറ്റവും ബെസ്റ്റ് നോക്കി, എതിരാളികളുടെ സ്ട്രെങ്ത്തും നോക്കിയാണ് ഒരു തീരുമാനമെടുക്കുക എന്നാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടീമിനെ സംബന്ധിച്ചിടത്തോളം പക്വേറ്റ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഡിഫെൻസീവ് ലെവലിലാണെങ്കിൽ ലെഫ്റ്റിൽ ആരെങ്കിലും കവർ ചെയ്യാൻ വേണം നമുക്ക് ടീമിന് ബോളില്ലാത്ത സമയത്ത്. ടീമിന് ബോളുള്ള സമയത്ത് കൃത്യമായിട്ട് ആ പൊസിഷൻ എടുക്കുകയും വേണം. അപ്പോൾ പക്വേറ്റ ഈ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നു. മാർട്ടിനെല്ലി, ഡാനിലോ, ഇവർക്കൊക്കെ ഇത് ചെയ്യാനും പറ്റും. വിത്ത് ദി ബോളിൽ നമ്മൾ ആ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യണം, ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് ലെഫ്റ്റ്. അത് നല്ല രൂപത്തിൽ നമ്മൾ ഒക്യുപ്പൈ ചെയ്യണം ആ പൊസിഷനിൽ കളിക്കുന്ന ആൾ. അപ്പോൾ ചിലപ്പോൾ ഡാനിലോ സാൻഡോസിനോ വിനി ജൂനിയർക്കോ ഒക്കെ അവിടെ ഒക്യുപ്പൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഒഫൻസീവ് ലെവലിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ വരികയുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രീതി. ഡാനിലോ തീർച്ചയായിട്ടും മാർട്ടിനിൽ നിന്ന് വ്യത്യസ്തനാണ്. മാർട്ടിനെല്ലി നമ്മുടെ മറ്റ് താരങ്ങളിൽ നിന്ന്, അതായത് എഡേഴ്സണിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പോൾ ഇങ്ങനെ ടീമിൽ പൂർണ്ണമായിട്ടും ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് എന്ന് വളരെ കൃത്യമായിട്ട് കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.